ഫയറിംഗ് 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 ഭാരമുള്ള വരെ ശബ്ദം കേൾക്കാം. വലിയ ശബ്ദമാണ് കേൾക്കുന്നത്. അനൂപ് വലിയ ശബ്ദം കേൾക്കുന്നു. വലിയ ശബ്ദം കേൾക്കുന്നു അനൂപ്. ബാരാമുള്ള നഗരത്തിനടുത്താണ് നമ്മളുള്ളത്. വലിയ ശബ്ദം കേൾക്കുന്നു. നമ്മൾ ഈ ലൈവിനിടയിൽ വലിയ ശബ്ദം, അതായത് ബാരാമുള്ള ടൗണിനടുത്ത് വരെയാണ് നമ്മളുള്ളത്. വലിയ ശബ്ദം കേൾക്കുകയാണ്. വലിയ ശബ്ദം ബാരാമുള്ള വരെ ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതെ ആരാംസ് ആരാംസ് അനൂപ് 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 അതായത് നമുക്കറിയാം വലിയ രീതിയിലുള്ള ഷെല്ലിങ് വലിയ രീതിയിലടക്കം പല സ്ഥലങ്ങളിലും നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ബാരാമുള്ള ടൗണിന് സമീപമാണ് നമ്മളുള്ളത്. ഇവിടെ വരെ ശബ്ദം കേൾക്കുന്നു. അവിടെ ഇവിടെ വരെ ശബ്ദം കേൾക്കുന്ന സാഹചര്യമാണ്. വലിയ രീതിയിൽ വെടിവെക്കുന്ന ശബ്ദം എനിക്ക് ഈ ലൈവിനിടയിൽ കേൾക്കാൻ കഴിഞ്ഞിരുന്നു. മൂന്ന് തവണയോളം ആ ശബ്ദം ഇവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. സൈറൻ എയർ സൈറൻ. तो अभी तक ये फर्स्ट टाइम है? ये फर्स्ट टाइम है सर. फर्स्ट टाइम उड़ी में तो चल रहा है. यहाँ पे फर्स्ट टाइम है सर. फर्स्ट टाइम. तो हम कल आने के टाइम एयर साइड हो गया बट इतना आवाज़ नहीं आया. इतना आवाज़ नहीं है जितना आज आ गया सर. तो यही ज़्यादा साउंड हो गया ना? ये ज़्यादा साउंड हो गया जिसके साथ ये हमें लग रहा है कि बाहर आवाज़ आ रही है. फायरिंग का साउंड है ना? ये फायरिंग है पूरा. देख लो सामने देख नजर आ रहा है. ചെറിയ രീതിയിൽ എനിക്ക് ആ വെളിച്ചം കാണാൻ കഴിഞ്ഞു. പക്ഷെ അത് ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല. അത് ഉറപ്പായിട്ട് ഇത് ഡ്രോൺ അല്ല. ഡ്രോൺ അതായത് LOC മേഖലയിൽ നിന്ന് പാകിസ്ഥാൻ ഇവിടേക്ക് ഫയർ ചെയ്യുന്ന കാര്യം നമുക്കറിയാം. ആ ഫയറിങ്ങിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ബാരാമുള്ളക്ക് അടുത്ത് വരെ ഇപ്പോൾ പാകിസ്ഥാന്റെ ഫയറിംഗ് ശബ്ദം കേട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. കഴിഞ്ഞ അടുത്തിടെ ഒന്നും ബാരാമുള്ളയിൽ ഇത്തരത്തിൽ ശബ്ദം കേട്ടിട്ടില്ല.